ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജില്ലു ബെല്ലു ഹില്ലുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിസ്ഥിതി ദിന ക്വിസിന്റെ 1ാം ഭാഗവുമായാണ് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയും ഇനി വരാൻ പോകുന്ന വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും പരിസ്ഥിതി ദിന ക്വിസിൽ വിജയിക്കാം. കൂടെ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ലോക പരിസ്ഥിതി ദിനം എന്ന്? ഉത്തരം ജൂൺ 5. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം രാജീവ് ഗാന്ധി. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏത്? ഉത്തരം വയനാട്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏത്? ഉത്തരം റിപ്പബ്ലിക് ഓഫ് കൊറിയ അഥവാ സൗത്ത് കൊറിയ. 2025 പരിസ്ഥിതി ദിന പ്രമേയം എന്ത്? ഉത്തരം കോംബാറ്റിംഗ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അഥവാ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ പോരാടുന്നു. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏത്? ഉത്തരം എടവക, വയനാട്. WWFന്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏത്? ഉത്തരം വെസ്റ്റ് ബംഗാൾ. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം KM മുൻഷി. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഉത്തരം ഏണസ്റ്റ് ഹേക്കൽ. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റേച്ചൽ കഴ്സൺ. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം യൂജീൻ P. ഓഡം. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം സെപ്റ്റംബർ 16. കേരള ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ ആര്? ഉത്തരം മഞ്ജു വാര്യർ. ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം ഏത്? ഉത്തരം 1974. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആര്? ഉത്തരം പ്രൊഫസർ R. മിശ്ര. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? ഉത്തരം UNEP. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം സുന്ദർലാൽ ബഹുഗുണ. ലോക വനദിനം എന്നാണ്? ഉത്തരം മാർച്ച് 21. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം മേധ പട്കർ. കേരളത്തിന്റെ ജൈവ ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ള ജില്ല ഏത്? ഉത്തരം കണ്ണൂർ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏത്? ഉത്തരം ആമസോൺ. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏത്? ഉത്തരം ഇരവികുളം നാഷണൽ പാർക്ക്. WWF അഥവാ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ചിഹ്നം എന്ത്? ഉത്തരം ഭീമൻ പാണ്ട. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം കൊൽക്കത്ത. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേര് എന്ത്? ഉത്തരം കാവുകൾ. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ആര്? ഉത്തരം സുനിത നാരായണൻ. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല? ഉത്തരം 10. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം തണ്ണീർ തടങ്ങൾ. കേരളത്തിലെ ആദ്യ പരിസ്ഥിതി മാസിക ഏത്? ഉത്തരം മൈന. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? ഉത്തരം മലബാറിലെ സസ്യങ്ങൾ.
കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ആറളം വന്യജീവി സങ്കേതം. നീലപതാക സർട്ടിഫിക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബീച്ചുകളുടെ ഗുണനിലവാരം. ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ സാലിം അലി. മരച്ചീനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം തിരുവനന്തപുരം. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏത്? ഉത്തരം കരിമ്പ്. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏത്? ഉത്തരം ബാണാസുര സാഗർ ഡാം. കേന്ദ്ര മണ്ണ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം പാറോട്ടുകോണം. തിരുവനന്തപുരത്താണ് പാറോട്ടുകോണം സ്ഥിതി ചെയ്യുന്നത്. മരം മുറിക്കുന്നതിന് എതിരെ 2 വർഷത്തിലേറെ റെഡ്വുഡ് മരത്തിൽ താമസിച്ച യുവതി ആര്? ഉത്തരം ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ. സൈലന്റ് വാലിയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചെയ്തത് ആര്? ഉത്തരം മൃണാളിനി സാരാഭായ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത്? ഉത്തരം 1966. ലോക ജലദിനം എന്നാണ്? ഉത്തരം മാർച്ച് 22. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത്? ഉത്തരം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തരാഖണ്ഡ്. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 1986. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത്? ഉത്തരം വേപ്പ്. അപ്പൊ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ബോണസ് ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ്? ഉത്തരം എത്രയും പെട്ടെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. വിജയികളുടെ പേര് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. മറക്കാതെ ഇനി വരാൻ പോകുന്ന വീഡിയോസും കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും പരിസ്ഥിതി ദിന ക്വിസിൽ വിജയിക്കാൻ സാധിക്കട്ടെ.